ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീനിൻ പാദം സ്മരിച്ചന്നഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷത്പദേരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസായ. ഗുരുവംശോത്പത്തി. എങ്കിലോ കേട്ടുകൊള്ളുക പുരുവം നരേന്ദ്രനു പങ്കജ സമമുഖിയാകിയ ശതരുചി ഭക്തിയായി വന്നാളവൾ മൂന്നു മക്കളെ പെറ്റാൾ എന്നതിൽ മുമ്പനല്ലോ ശൂരനാം പ്രവീരാഖ്യൻ. അവന്റെ പത്നിയല്ലോ ശൗഭ്യ എന്നറിഞ്ഞാലും അവൾ പെറ്റുള്ളൂ നല്ല നമസ്യുവെന്ന നൃവൻ. രാജീവ വിലോചനൻ സുബ്രഭൂമഭേദൻ ഇങ്ങനെ മൂന്നു മക്കൾ നമസ്യു നൃപനുണ്ടായി. അവരിൽ അഭയൻ തന്നെ സുതരല്ലോ സുന്നാനും വസുനാഭൻ ഗർഗനും രമ്യൻ താനും. അവരിൽ സുന്നാനുടെ വല്ലഭ രതന്തരി അവൾ പെറ്റുണ്ടായി വന്നു വീരനാം യവീയനും. ഗന്ധർവീയവീയനാം ഭൂപതി തന്റെ പത്നി സന്തതി അവൾ പെറ്റും 8 പേരുണ്ടായി വന്നു. ശൂരനും ദൃഢധന്വാവപുഷ്മാൻ രുദ്രാശ്വനും പുഷദശ്വനും ബൃഹദശ്വനും ഗയന്മനും എന്നിവർകളിൽ വച്ചു രുദ്രാശനായ നൃപനുന്നത സനിയായോരപ്സര സ്ത്രീയെ വേട്ടാൻ. അവൾ പെറ്റുണ്ടായി വന്നു നന്ദനാമൃജേപുവും കക്ഷേഭൂ കൃപണേഷു പിന്നേസ്തണ്ടിലേഭൂ നാലാമൻ വനേഭുവും പിന്നെ സ്ഥലേഭുവും തേജേഭൂ രഥേഭുവും ധർമ്മേഭൂ സന്തതേഭൂ എന്നിവർ 10 പൃഥ്വിനായകന്മാരുണ്ടായി തന്നതിൽ നൃചേഭുവിൻ നന്ദനനന്ദിനാരൻ ധൃഷ്ണുവും മോഹൻ പ്രതിരഥനും ധ്രുമൻ താനും നന്ദിനാരന്റെ പുത്രരിങ്ങനെ 4 പേരും. ധൃഷ്ണുവിൻ നിലീലനെന്നുണ്ടായാനൊരു സുതൻ ഭക്തിയും ഉണ്ടായി വന്നു ചൊല്ലേറും രതന്തരിയും. അവൾ പെറ്റ 5 മക്കൾ ദുഷ്യന്താദികളല്ലോ. ദുഷ്യന്തൻ തന്റെ പത്നി ലക്ഷണ എന്ന നാരിയും. ലക്ഷണ പെറ്റു ജനമേ ജയനെന്ന നൃപൻ ചൊൽക്കണ്ട വിശ്വാമിത്രപുത്രിയാം ശകുന്തള മുഖ്യനാം ദുഷ്യന്തന്റെ കാന്തയായി വന്നാൾ. പിന്നെ അവൾ പെറ്റുള്ളൂ നല്ല ഭരതൻ എന്ന വീരൻ. ഭാരതമെന്നതവൻ മൂലമായി ചൊല്ലിയിടുന്നു. ഭാരതിൻ പ്രാജ്ഞന്മാരായിടിന ഭൂതജനം കേൾക്ക നീ നരാധിപ. ചൊല്ലുവൻ മടിയാതെ ദക്ഷനും വൈവസ്വതമനുവും ഭരതനും പുരുവും കുരുതാനും അജമീടനും ഇവരാറുപേർ പോക്കൽ നിന്നുമുണ്ടായ നൃപന്മാരോ 100,000 എന്നെണ്ണുകയിലുള്ള നൂനം. ഭാരതിൽ ക്ഷത്രിയരും വർദ്ധിച്ചാരതുമൂലം പുണ്യകളായ കാലഭേദാൽ ഇനിയും ഒരു വഴി ചൊല്ലുവനതു കേൾ നീ.